സുഹൃത്തുക്കളെ, സംഗതി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. വളരെ ദയനീയമാണ് അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ സ്വയം പ്രഖ്യാപിത നുണയൻ യൂട്യൂബറായിട്ടുള്ള വിദേശ യൂട്യൂബറായിട്ടുള്ള ആരിഫ് ഹുസൈൻ, അയാൾ ഇസ്രായേലിലേക്ക് പോയിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത്, അവിടെ നിന്ന് ആട്ടും തുപ്പും ഫ്ലൈറ്റ് പിടിച്ചു പോയി ആട്ടും തുപ്പും വാങ്ങിയ കഥയൊക്കെ എല്ലാവരും അറിഞ്ഞു. കേരളത്തിലെ ഏറ്റവും ലോയൽ ഇസ്രായേൽ ഫാനായിരുന്നു. പിന്നിൽ മറ്റേ കൊടിയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ ചെയ്ത് പറ്റുന്നിടത്തോളൊക്കെ പൊക്കി പറഞ്ഞ്, അപ്പോൾ ആ മനുഷ്യ സ്നേഹം ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് മാത്രമല്ല, എന്നിട്ട് മേരെ പ്യാരെ ഇസ്രായേൽ ദേശവാസിയോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടുന്നു. എന്നിട്ട് ഞാൻ ഇസ്രായേലിൻ്റെ കൂടെയാണ് എന്ന് വീണ്ടും ആ ഒരു ലോയാലിറ്റി, ആ ഒരു അടിമത്തം വീണ്ടും പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടാണ് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു ഇസ്രായേൽ ID വന്നിട്ട് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ആ F വേർഡൊക്കെ പറഞ്ഞുകൊണ്ട് തെറി വിളിക്കുന്നു, ജിഹാദി ഹുസൈൻ എന്ന് വിളിക്കുന്നു. അങ്ങനെ ആ ഒരു പിന്നെ ആട്ടും തുപ്പൊക്കെ വാങ്ങിയത് നമ്മൾ കണ്ടു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ആദ്യമായിട്ടല്ല അല്ലേ ഈ സംഘപരിവാർ ഐഡികൾ നിരന്തരമായി ആട്ടും തുപ്പും വാങ്ങുന്നതാണ്. അതായത് ഗ്ലോബലി ജിയോ പൊളിറ്റിക്സിൽ ഇസ്രായേലിനെ എല്ലാവരും എതിർക്കുമ്പോൾ UN ഒരുപാട് എതിരൊക്കെ വോട്ട് കിട്ടുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് എന്താ പറയുക സംഘങ്ങൾ അതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അവർക്കൊക്കെ ഒരുപാട് ആട്ടും തുപ്പും കിട്ടി. സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദമാണത്. ഇവർക്ക് ഇസ്രായേലിൻ്റെ ഒരുപാട് ആളുകളിൽ നിന്ന് തെറി കിട്ടുക, ഇവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ തെറി കിട്ടുക പോരാ. അപ്പോൾ ഇനിയും അടിച്ചോളൂ, എത്ര വേണമെങ്കിലും അടിച്ചോളൂ ഒരു മെന്റാലിറ്റിയിൽ സുമേഷ് കാവിപ്പട എപ്പോഴും ഇസ്രായേലിനൊപ്പം. പിന്നെ എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ അവിടെ പോയിട്ട് ഒരു സംഖ്യ പോയിട്ട് പറയുകയാണെന്ത്, നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, അയാൾ ഒരു എക്സ് മുസ്ലിമാണ്, ഹീസ് പ്രോ ഇസ്രായേൽ എന്ന് പറയുന്നു. അതായത് സഹായിക്കാൻ പോവാണ്. എക്സ് ഹാൻഡിൽ നിങ്ങൾ അങ്ങനെ തെറ്റ് പറയാൻ പാടില്ല. നിങ്ങൾ ജിയോ ആയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലായിട്ട് നിങ്ങൾ ആരിഫ് ഹുസൈൻ നിങ്ങൾ തെറി പറയുമോ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, എക്സ് മുസ്ലിമാണ് എന്ന് പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ ബോസിനും കിട്ടിയതെന്ന് വെച്ചാൽ മുസ്ലിം ഈസ് ഓൾവേസ് മുസ്ലിം ഡാഷ് അല്ലെ F വേർഡ് പറയുന്നു. എന്നിട്ട് ഈ ന്യായീകരിക്കാൻ പോയ എന്ന് വെച്ചാൽ, ഈ രാഹുൽ വിചാരിച്ചെന്ന് വെച്ചാൽ ആരിഫ് മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് പോയ രാഹുലിന് കിട്ടിയെന്താ വെച്ചാൽ, മുസ്ലിം അല്ലെങ്കിലും കുഴപ്പമില്ല, രാഹുലിന്റെ പേരിലൊന്നും മുസ്ലിം ഇല്ല എന്നാലും കൊടുത്തു രാഹുലിന്. ആൻഡ് യു ആർ എ ബ്രൗൺ ഷിറ്റ്, യുവർ ലിപ് ലുക്ക് ലൈക്ക് ഇറ്റ് വാസ് പെയിന്റഡ് വിത്ത് ആക്ച്വൽ കൗ ഷിറ്റ്, യു ടെററിസ്റ്റ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ രാഹുലിന് കിട്ടി. എന്നിട്ട് രാഹുൽ പിന്നൊന്നും മിണ്ടില്ല, രാഹുൽ അങ്ങ് പോയി. വേറൊരു ഇന്ത്യൻ ഫ്ലാഗൊക്കെ വെച്ചിട്ടുള്ള വേറെ ഏതൊരു സംഖ്യ തോന്നുന്നുണ്ട്, ഹീസ് ആൻ എക്സ് മുസ്ലിം ഗോയിങ് ടു ഹിസ് അക്കൗണ്ട് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് എന്ന് പറയുന്നു. അവനും കിട്ടുന്നു, മുസ്ലിം ഈസ് സ്റ്റിൽ എ മുസ്ലിം. ഓൾസോ വൈ ദ dash do you have multiple posts of retard looking transsexual men sitting on a couch with multiple hands എന്ന് വെച്ചാൽ രണ്ടായങ്ങ് പിളർന്ന് താഴത്തേക്കങ്ങ് പോയി. ഹൈന്ദവ പിന്നെ വിഗ്രഹങ്ങളുടെയോ അല്ലെങ്കിൽ അങ്ങനെ ആരാധനാ പുരുഷന്മാരുടെയോ ഒക്കെ എന്തോ ഒരു ചിത്രം ആണ് പ്രൊഫൈലിലുള്ളത്. ആ പ്രൊഫൈലിൽ ഉള്ളതിനെ ഈ രൂപത്തിൽ മോക്കിയാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ ആരിഫിന് കിട്ടിയ ആ ഒരു കാര്യം വെച്ചിട്ട് അത് പിന്നെ ഭയങ്കര രസമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത്രമേൽ കാല് നക്കിയിട്ട് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ലോകത്തിനി ഒരാൾക്കും നക്കാൻ പറ്റാത്ത രൂപത്തിൽ നക്കിയിട്ടും കിട്ടിയത് ഈ ആട്ടും തുപ്പുവാണെന്നുള്ളത് ഒരു രസകരമായൊരു കാര്യം തന്നെയാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് ഈ ഒരു ഇസ്രായേലി തെറിവിളിച്ചല്ലോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇസ്രായേലി തെറിവിളിക്കാനോ ഭയങ്കര സംഭവമൊന്നുമല്ല അല്ലേ. ആർക്കാണത് സംഭവമാവുക? ഇസ്രായേലികളെ വലിയ സംഭവമാക്കിയിട്ട് ആരാധിച്ച ആൾക്കാർക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേലി ID എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർനെറ്റിലുള്ള ബില്യൺസ് ഓഫ് IDസിലുള്ള ജസ്റ്റ് ആൻ ID, അനദർ ID, റാൻഡം അനദർ ID. അത് തന്നെ വളരെ റേസിസ്റ്റ് ആയിട്ടുള്ള വംശഹത്യ അനുകൂലികളായിട്ടുള്ള ആൾക്കാർ അവർ തെറി വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. അവർ വംശഹത്യ വരെ ന്യായീകരിക്കുന്ന ആൾക്കാരാണ്. അവർ പിന്നെ ഇങ്ങനെ റേസിസം പറയുന്നതിലോ അല്ലെങ്കിൽ തെറി വിളിക്കുന്നതിലോ എന്തിന് കുട്ടികളെ കൊല്ലണം എന്നതിൻ്റെ റീസൺ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടുത്തെ റീജിയണൽ സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും വാർത്താ റിപ്പോർട്ടുകൾ കിട്ടില്ലല്ലോ. അതിൽ നിന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ കൊണ്ട് പല ആളുകളെയും കല്ലെറിയിപ്പിക്കുന്ന, മുഖത്തേക്ക് തുപ്പിക്കുന്ന, അല്ലെങ്കിൽ തോക്ക് കൊടുത്തുകൊണ്ട് ഈവൻ ഷൂട്ട് വരെ ചെയ്യിപ്പിക്കുന്ന ആളുകൾ, ആ ആളുകൾ അവർ ഇത്തരം റേസും സംസാരിക്കുമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് സംസാരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതായത് ഇസ്രായേലിലേക്ക് ഒരാൾ വരുന്നു, അവിടെ സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ നാട്ടിൽ അവർ കുടിയേറി പാർക്കുന്നു. ആ പാർത്തതിന് ശേഷം ആരുടെ നാട്ടിലേക്കാണ് വന്നത്, ആ ആളുകളെ അവരിപ്പോൾ താമസിക്കുന്ന ചെറിയ തുരുത്തിൽ പോയി അങ്ങോട്ട് ആക്രമിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിനുവേണ്ടി ഗവൺമെൻറ്റിന് വേണ്ടി സെർവ് ചെയ്യുന്നു, അതിന് മാക്സിമം സോഷ്യൽ മീഡിയയിൽ അവർ ക്യാമ്പയിൻ ചെയ്യുന്നു. ഈ ആളുകൾ പിന്നെ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? എന്താ പിന്നെ ഇവരുടെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? സയനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട ആളുകളാണെന്ന് മനസ്സിലാക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തെറി പറയുക എന്നുള്ളതോ ഒന്നൊരു വിഷയമല്ല. പക്ഷേ അവരെ വലിയ സംഭവമാക്കിയിട്ട് അവരാണ് വലിയ ആളുകൾ, അല്ലെങ്കിൽ അവർ ഭയങ്കര സംഭവമാണ്, ജൂതന്മാരെ മനുഷ്യന്മാരില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് തെറി കിട്ടുമ്പോൾ അതാണ് ഇതിലെ രസം എന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു കാരണം കൂടാണ്. ഒന്ന് ഇത് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല,
അവരല്ലാത്ത വേറെ ആരും അവിടെ നല്ലവരായോ മികച്ചവരായോ വരേണ്യരായോ മുകളിലെ സ്ഥാനത്തുള്ള ആളുകളായിട്ടോ പരിഗണിക്കപ്പെടുകയില്ല. അതിന് നിങ്ങളുടെ പേര് നേരത്തെ പറഞ്ഞ രാഹുൽ എന്നാണെങ്കിലും മുസ്ലിം പേരാവണ്ട, അറബി പേരാവണ്ട, നിങ്ങളുടെ പേരിൽ രാഹുൽ എന്നാണെങ്കിലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് അവർക്ക് ഫീൽ ചെയ്താലും നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് വേണ്ട. ആരുമല്ല. അടിസ്ഥാന കാരണങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇത് എന്തുകൊണ്ട് ഈ പറഞ്ഞ ഈ വിദ്വേഷ യൂട്യൂബറിന് പോലും തെറി കിട്ടി, അതേപോലെ തന്നെ രാഹുലിന് തെറി കിട്ടുന്നു, ചറപറ തെറിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സയനിസ്റ്റുകളുടെ ഒരു വംശീയ മേൽക്കോയ്മവാദമാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്നത് അവർ ഒരു ഉന്നത വർഗമാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്നൊക്കെ പറയില്ലേ, അതായത് ദൈവം തിരഞ്ഞെടുത്ത ഉന്നത വർഗമാണ് ഞങ്ങളല്ലാത്തവരെല്ലാം ഞങ്ങളെക്കാൾ കുറഞ്ഞ മനുഷ്യരാണ് എന്നുള്ളതാണ് ഈ സയനിസ്റ്റ് ഭീകരരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പ്രോ ഇസ്രായേൽ ഐഡിയിലൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള ജൂതന്മാരുടെ, എല്ലാ ജൂതന്മാരും അല്ല, ഇതിനെ എതിർക്കുന്ന, ഇസ്രായേലിനെ തന്നെ എതിർക്കുന്ന ജൂതന്മാരുണ്ട്, അത് യാതൊരു സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ സയനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനം തന്നെ ഈ വംശീയതയാണ്. ഈ പറഞ്ഞ ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉന്നതരാണ്, മറ്റുള്ളവരെല്ലാം അധമരാണ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലും ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെയും വേരായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുക. അതായത് കുറച്ച് പിന്നെ ഉന്നത കുലജാതരുണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും അധമരായ ആളുകൾ എന്ന് പറയുന്ന ആ ഒരു, അതായത് ജന്മം കൊണ്ടാണ് ഒരാളുടെ മൂല്യം എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ ബ്രാഹ്മണിസത്തിലും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ സയനിസ്റ്റ് ഭീകരരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജൂത ഭീകരരുടെയും ജർമ്മനിയിലും മുന്നേ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഹിറ്റ്ലർ എന്തുകൊണ്ട് അത്രയും വലിയ ക്രൂരത നടത്തിയെന്ന് ചോദിച്ചാൽ ഹിറ്റ്ലറിൻ്റെ മുമ്പിലും ഈ ഉള്ളിലും ഈ വംശീയത, ആര്യവംശീയതയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആര്യന്മാരാണ് ഏറ്റവും ഉന്നതർ. അപ്പോൾ അവിടെ അവർക്കെതിരായി നിൽക്കുന്നതോ അല്ലെങ്കിൽ അധമരായിട്ടുള്ള ആൾക്കാർ, അന്ന് ഹിറ്റ്ലർ വിചാരിച്ചത് ജൂതന്മാർ അധമരാണെന്നാണ്, ഇന്ന് ജൂതന്മാർ വിചാരിക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും അധമരാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ അധമരായ ആൾക്കാരെ അവരെ കൊല്ലുന്നതുകൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നം തോന്നൂല. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുമ്പോഴും ഇവർക്കൊരു പ്രശ്നം തോന്നാത്ത എന്തുകൊണ്ടാണ്? അത് കാരണം കൊണ്ടാണ്. അവരൊരു തെറ്റ് ചെയ്യുന്നതായിട്ടോ ഒരു മൂല്യമുള്ള ഒരു ജീവൻ എടുക്കുന്നതായിട്ടോ അവർക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം അവർ ഹോൾഡ് ചെയ്യുന്ന വിശ്വാസം ഇത്തരത്തിലാണ്. അഥവാ ഈ സയനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ഇസ്രായേലിലുള്ള ആ ആളുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ലോകത്ത് ഏതൊക്കെ തരത്തിലുള്ള വംശഹത്യകളാണ് ഉണ്ടായിട്ടുള്ളത്, ആ വംശഹത്യകളെ ന്യായീകരിക്കാൻ എത്രത്തോളം വൃത്തികെട്ട ന്യായങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം വൃത്തികെട്ട ന്യായങ്ങൾ ഭാവിയിലും വർത്തമാനത്തിലും കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും പീക്ക് എക്സാമ്പിൾ അല്ലെങ്കിൽ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ അത് കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇവരുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ടാണ് ഇവർ ലക്ഷക്കണക്കിന് ആളുകൾ തൊട്ടപ്പുറത്ത് മരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പട്ടിണി കടന്ന് പ്രയാസപ്പെടുമ്പോൾ, ഈവൻ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ പോലും അവർക്ക് കൊല്ലുമ്പോൾ മരണമല്ല, ഭക്ഷണത്തിന് വേണ്ടി പട്ടിണി കടന്ന ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ അവരുടെ മുകളിൽ കൊണ്ടുപോയി ബോംബിടുമ്പോൾ ഇവർക്ക് പരാതി ഇല്ലാത്തെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ആളുകൾ മരിക്കപ്പെടാൻ അർഹരാണെന്ന് അവർ വിചാരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ വേറൊരാളും അത്തരത്തിൽ തങ്ങൾക്ക് മുകളിൽ ഏതെങ്കിലും തരത്തിൽ ജീവിക്കാനോ അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിൽ തങ്ങൾക്കപ്പുറം വേറെ ആർക്കെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഡിഫോൾട്ട് റൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാനോ കഴിയാത്ത ആളുകൾ. നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇത് ആരോപിക്കുന്നതല്ല. ഇത് നിങ്ങൾക്ക് ഈ ജൂത ടെർമിനോളജിയെ സംബന്ധിച്ച് അവരിൽ ഗോയിം എന്നാണ് പറയുക. ഇപ്പോൾ ഈ മലയാളം ബൈബിളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വിജാതീയർ, ജെൻഡൈൽസ് എന്ന് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഈ വിജാതീയർ എന്ന് വെച്ചാൽ ജൂതന്മാരല്ലാത്ത ആളുകൾ എന്നുള്ള, ഈ ജൂതന്മാരല്ലാത്ത ആളുകൾ എന്ന് വെച്ചാൽ ഗോയിമുകൾ, ഈ ആരിഫാകട്ടെ രാഹുലാകട്ടെ ഈ പറഞ്ഞ സംഘികളാകട്ടെ ആരാകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ഗോയിമാണ്. ഞാനും ഗോയിമാണ്, ഈ പറഞ്ഞ വിദ്വേഷ യൂട്യൂബറും എന്താണ് ഗോയിമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരല്ലാത്ത എല്ലാവരുടെയും വാല്യൂ അത്രേ ഉള്ളൂ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അവരുടെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സാധാരണക്കാരുടെ ഒപ്പീനിയൻസ് നമുക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് കാണാം. ഒരു ജൂത പണ്ഡിതൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. Count like many other goyim in his spiritual value. Even you take righteous goyim and you put them compared to one righteous Jew, one Jew can be equal like thousands of righteous goyim if you put them on a scale. അപ്പം എന്താ പറഞ്ഞത്, ഒരു ജൂതൻ എന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് റൈറ്റിയസ് ആയിട്ടുള്ള ഗോയിമുകൾ, അത് നല്ല റൈറ്റിയസ് ആയിട്ടുള്ള നല്ല മനുഷ്യന്മാരാണെങ്കിൽ പോലും ആ ഗോയിമുകൾ എന്ന് പറഞ്ഞാൽ ഒരു ജൂതൻ 1000 ഗോയിമുകൾക്ക് തുല്യമാണ്. 1000 നോൺ ജ്യൂസിന് തുല്യരാ, ആയിരങ്ങൾ എന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഗാസയിൽ മരിക്കുന്നു എന്ന് കാണുമ്പോൾ ഇവരെന്താ കാണുന്നത്, അത് ഞങ്ങളുടെ ഒരു 1-2 ജൂതന്മാർ മരിച്ചതിന് തുല്യമായിട്ടുള്ളൂ. പക്ഷേ ഗാസയിൽ ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താ, 70,000 ആളുകൾ 100,000 ആളുകൾ കൊല്ലപ്പെട്ടു എന്നല്ലേ ഇവർ കാണുന്നത്. അതൊരു 100 ജൂതന്മാർ അത്ര തൗസൻഡ്സ് ഓഫ് ആളുകൾ ഒരു ജൂതന് പകരമാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്.
ഇത് വേറെ ഒന്നുമല്ല. ഇതിപ്പോൾ നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സിലും പല ആൾക്കാരും ഇങ്ങനെ വിചാരിക്കും എന്തുകൊണ്ടാണ് അമേരിക്ക വരെ യുദ്ധം നിർത്താൻ ആഗ്രഹിച്ചിട്ടും ഇസ്രായേൽ നിർത്താത്തത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്താ, ലെബനാൻ ഇങ്ങനെ കൊല്ലുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം അതിപ്പം ഇതുവരെ ലെബനാനിൽ മരിച്ചത് ഒരു 5-10 ജൂതന്മാർക്ക് പകരം അത്രേ ഉള്ളൂ. ഇവരുടെ ഈ ചിന്താഗതി ആണ് ഇവരെ നയിക്കുന്നത്. അതിനാണ് ഇവർ പോയിട്ട് പിന്നെ കാല് നിൽക്കാൻ നിൽക്കുന്നത്. ആ കാല് നിൽക്കുന്ന ആളുകളടക്കം എന്താണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഗോയിമുകളാണ്. നിങ്ങൾ ഒരു ജൂതനെ ഒരു 10,000 ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ 5,000 ഡിവൈഡ് ചെയ്താൽ അതിലൊരു ഭാഗത്തിന് കൊടുക്കുന്ന ചെറിയൊരു വില നിങ്ങൾ എത്രത്തോളം ന്യായീകരിച്ചാലും എത്രത്തോളം കാലം നോക്കിയാലും നിങ്ങൾക്ക് അവർ തരാൻ പോകുന്നുള്ളൂ. ഇത് ഒരാളല്ല കേട്ടോ, ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് വേറെ. And I have to say, unfortunately, even some Jews who in the United States before the Civil War used the curse of Ham as a justification for the enslavement of African Americans. They said, hey, black people are supposed to be slaves. Black people are supposed to be inferior, and they pointed out to the curse of Ham. Now, it happens to be that Jewish law permits the enslavement of any non-Jew, white or black. അപ്പം ജൂയിഷ് ലോ എന്ത് ചെയ്യുന്നുണ്ട്, ഏത് നോൺ ജൂവിനെയും അടിമയാക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, ജൂയിഷ് ലോ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ആഫ്രിക്കൻ അമേരിക്കൻസിനെ എൻസ്ലേവ് ചെയ്തത് ജൂത നിയമപ്രകാരം ഓക്കെയാണ്. കാരണം എന്താ, ഈ കേഴ്സ് ഓഫ് ഹാം ഉള്ളത് കൊണ്ട് തന്നെ ഏത് നോൺ ജൂവിനെയും യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അടിമയാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ജൂത നിയമപ്രകാരം അത് തെറ്റൊന്നല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കാണുന്നുണ്ടല്ലേ, ഈ നമ്മുടെ നാട്ടിലടക്കം അടിമ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, നിരന്തരം അടിമപ്പണി ചെയ്യുന്നത്. അവര് നോൺ ജൂ ആയിട്ടുള്ള ആരിഫിനെ അടിമയാക്കിയിരുന്നു, അത് ഓൾറെഡി അടിമയാണ്. അപ്പോൾ എനിവേ ഇതും ഒരാൾ മാത്രം പറയുന്നല്ല, മറ്റുള്ളവരെല്ലാവരും അടിമയാക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നുള്ളത് വീണ്ടും അവർ പല ആളുകൾ പല രൂപത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. And that's no wonder why the black people in Africa were slaves. It's no coincidence why the Chinese were not slaves, why other countries from Europe never became slaves. Because the people that came from Africa, they actually came from this Canaan and from Ham. And the curse of Noah actually went to them. വീണ്ടും അവർ എല്ലാം ടെക്സ്ച്വലിയാണ് വിശദീകരിക്കുന്നത്. ബ്ലാക്ക് പീപ്പിൾ അവർ എന്തുകൊണ്ട് സ്ലേവ്സ് ആയി എന്നുള്ളതിൻ്റെ കാരണം എന്താണ്, ഈ പറഞ്ഞ കേഴ്സ് ഓഫ് ഹാം ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇവർ ഈ ജൂത നിയമം അനുസരിച്ചാണ് ഇതെല്ലാം വിശദീകരിക്കുന്നത്. ഇനി ഇത് കുറച്ച് പണ്ഡിതന്മാർ മാത്രം പറയുന്നില്ല, നിരന്തരം ഈ അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം നോക്കുകയാണെന്നുണ്ട്. അതാണ് ഇസ്രായേലിലുള്ള ഈ സാധാരണക്കാരുടെ ഒപ്പീനിയൻസ് എടുത്ത് നോക്കിയാൽ അതിലും നമുക്ക് ഇതേ കാര്യം കാണാൻ സാധിക്കും. അടുത്ത വേറൊരു ഉദാഹരണം. Do you believe that the Gentiles, the Goyim, will one day become the slaves of the Jews? So I believe it's part of the Torah. അപ്പം അത് തോറയുടെ ഭാഗമാണ്. അത് തോറ പറഞ്ഞൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം എന്ത് ചെയ്യും, ബാക്കിയുള്ള ജൂതന്മാരല്ലാത്തവരെല്ലാം ഗോയിമുകളെല്ലാം എന്ത് ചെയ്യും, ഞങ്ങളുടെ സ്ലേവുകളാകും എന്നുള്ളതാണ്. അതൊരു വിശ്വാസം വെച്ചാൽ മിശിഹ വരും. മിശിഹ വന്നു കഴിഞ്ഞാൽ, മിശിഹ വരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ വിശ്വാസം എന്നുള്ളതും എന്തിനാണ് അവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം നിരന്തരം മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, കലാപമായി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നിരന്തരം പ്രശ്നം ഉണ്ടായാലേ മിശിഹ വരുള്ളൂ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ മൊത്തം കുഴപ്പമുണ്ടാക്കുന്നത്. മിശിഹ വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഇവരെ മിശിഹയുടെ ആളുകളാക്കും, അഥവാ രാജാവിൻ്റെ ആളുകളാക്കും, അല്ലെങ്കിൽ പ്രവാചകന്റെ ആളുകളാക്കും. ശേഷം എല്ലാ ആളുകളെയും അടിമകളാക്കിയിട്ട് ഇവരുടെ അടിമകളാക്കി ലോകം മുഴുവൻ മാറുന്നതാണ്. ഗോയിമുകളെല്ലാം ഇവരുടെ അടിമകളായിട്ട് മാറുന്നതാണ്. പ്രശ്നം എന്താ വെച്ചാൽ ഈ ജൂത വിശ്വാസപ്രകാരം മിശിഹ വന്നു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ബാക്കി എല്ലാവരും അടിമയാവുക. ഈ ചങ്ങായിമാർ അതിനുപോലും സമ്മതിക്കുന്നില്ല. മിശ വരാന്ന് ഞങ്ങൾക്ക് കാത്തുക്കാൻ കഴിയും, ഞങ്ങൾ ഇപ്പോഴേ അടിമപ്പണി എടുക്കാന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പോയിട്ട് അടിമപ്പണി എടുക്കുന്നു, ആട്ടും തുപ്പും വാങ്ങുന്നു, ഒരു പ്രശ്നമില്ലാതെ വീണ്ടും എന്നെ ഇനിയും തുപ്പിക്കോളൂ എന്നുള്ളതാണ് ഫീൽ. אתה חושב שהגויים יהיו עבדים של היהודים יום אחד? אמורים להיות. אוקיי, מה זאת אומרת, כאילו, אמורים להיות? לפי מה שכתוב בתורה, הגויים אמורים להיות העבדים שלנו. אוקיי, אתה חושב שזה באמת יהיה? כאילו מן Allah. അപ്പോൾ അതെല്ലാം അള്ളയിൽ നിന്നാണ്, എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ദൈവത്തിൽ നിന്നുള്ള ഒരു നിയമം ആയതുകൊണ്ട് അത് സംഭവിക്കും തന്നെയാണ് വിശ്വാസം എന്നുള്ളത് അവർ പറയാണ്. വേറെയും ഒരുപാടുണ്ട് ഉദാഹരണം കുറച്ച്. האם אתה מאמין שהגויים יהיו עבדים של היהודים יום אחד? כן, זה כתוב בתורה. אוקיי, ומה זה אומר? בתורה אני מאמין. כן? ומה כתוב? כתוב בפירוש שהגויים יהיו עבדים שלנו? כן, כתוב שאחרי ביאת המשיח, אני אומר, כתוב אחרי ביאת המשיח, אני לא יכול להביא את הפסוק המדויק, אבל כתוב שאחרי ביאת המשיח יהיה מלחמה מאוד מאוד גדולה, ובסופו של דבר כן, הגויים יהיו עבדים של היהודים במשך תקופה, ואחרי זה העולם יחזור כאילו לקדמותו. അപ്പോൾ ഇത് കൂടുതൽ കാണിക്കുന്നില്ല, ഒരുപാട് തെളിവുകൾ ഇതിനുണ്ട്. ടെക്സ്ച്വലി തന്നെ അവർ അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എനിവേ ഇതാണ് കാരണം.
ഇതാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ തെറി വിളിക്കാനും അല്ലെങ്കിൽ അവരെല്ലാവരും ഒരു പിന്നെ തങ്ങളേക്കാൾ ലെസ്സർ ഹ്യൂമൻസ് ആണ് എന്ന് വിചാരിക്കാനും അവർക്ക് കാരണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടുന്ന് പോയിട്ട് സംഘികളായിട്ട് പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ജൂത വിശ്വാസപ്രകാരം അവരെന്ത് ചെയ്യുന്നു, ഇപ്പോൾ മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട് എന്നുള്ളതാണല്ലോ നിങ്ങൾക്ക് അവരോട് വലിയൊരു ഭ്രമം തോന്നാനുള്ള ഒരു കാരണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് ഈ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നെ ഏറ്റവും മോശം കാര്യമാണെന്ന് മാത്രമല്ല, അങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരെ എത്ര വേണമെങ്കിലും അപമാനിക്കാം എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് പല ആൾക്കാരും നേരത്തെ ഞാൻ കമന്റിൽ ഉള്ളൊരു വൾഗർ യൂസേജ് അതുകൊണ്ടുകൂടിയാണ്. ഒരിക്കലും മറ്റ് മതസ്ഥരുടെ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ഏതെങ്കിലും ആരാധനാമൂർത്തികളെ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ കൂടി അതിനെ പരിഹസിക്കാൻ പാടില്ല. പക്ഷേ ഇവർ ഈ പരിഹസിക്കുന്നതും ആക്ഷേപിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ മനസ്സിലാക്കുന്നത് വിഗ്രഹ പൂജ എന്ന് പറയുന്നത് അത്രമേൽ അധമമായ ഒരു കാര്യമാണെന്നാണ്. എന്ന് വെച്ചാൽ ഇവരിപ്പം ഗാസക്കാരെ കൊല്ലുന്നുണ്ടല്ലോ, ആ ഗാസക്കാർ ഏകദൈവ വിശ്വാസികളാണ്, അവരെക്കാൾ അധമരാണ് എന്നാണ് വിഗ്രഹാരാധകരെക്കുറിച്ച് ഈ ടീമിൻ്റെ വിശ്വാസം. ഏതുവരെയും ചോദിച്ചാൽ ക്രൈസ്തവരായ ആളുകളെക്കുറിച്ച് ഇവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ക്രൈസ്തവരോടുള്ള ഇവരുടെ പ്രധാനപ്പെട്ട വിയോജിപ്പായിട്ട് ഇവർ പറയുന്നത് യേശുവിൻ്റെ പ്രതിമ വെക്കുന്നു എന്നാണ്. യേശുവിൻ്റെ പ്രതിമ വെച്ച് ആരാധിക്കുന്നു, അങ്ങനെ അവരും വിഗ്രഹാരാധകരാണ് എന്നാണ്. കാരണം എന്താ, ഈ യേശുവിനെ ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുവിനെ ആരാധിക്കുന്നവരാണ് ഇവർ. എന്ന് വെച്ചാൽ ഈ ക്രൈസ്തവർ ബൗദ്ധൈവ ആരാധകരായിട്ടുണ്ട്, അതിൽ തന്നെ വിഗ്രഹാരാധകരായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊരു വാല്യൂ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിലുള്ള ഈ പിന്നെ ക്രൈസ്തവരുടെ മുഖത്ത് തുപ്പുന്ന ജൂതന്മാരുടെ വീഡിയോസ് എല്ലാവരും കണ്ടതായിരിക്കും, അതുകൊണ്ടാണ് പിന്നെ ഇടാത്തത്. അതിൻ്റെ കാരണം ഇതാണ്, ഇവരുടെ ഈ വംശീയത. ഓക്കെ, നമുക്ക് വിഗ്രഹാരാധനയോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഒരു വിഗ്രഹാരാധന വിയോജിപ്പുണ്ടെന്ന് മാത്രമല്ല അത് ഏറ്റവും വലിയ പാപമാണ് നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നു. പക്ഷെ അത് ചെയ്യുന്നൊരു മനുഷ്യനെ ഒരിക്കലും അപകീർത്തിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളോ ആരാധനാ പാത്രങ്ങളോ ആരാധനാ വസ്തുക്കളോ ഏതെങ്കിലും അപമാനിക്കാനോ മോശം വാക്കുകൊണ്ട് പ്രയോഗിക്കാനോ പോലും നമ്മൾക്കൊരു അധികാരമില്ല. അങ്ങനെ ചെയ്യൽ തെറ്റാണ്, മതപരമായി തന്നെ തെറ്റാണ്, ആക്ഷേപാർഹമായിട്ടുള്ള കർമ്മമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, വിശ്വസിക്കുന്നത്, മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവരെങ്ങനെ മനസ്സിലാക്കുന്നത്, നിങ്ങൾ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ അടിമവേല ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ നിരന്തരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ എന്താ വിചാരിക്കുന്നത്, മനസ്സിലാക്കുന്നത് എന്താണ്, ആ വിഗ്രഹാരാധന നിർവഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അധമന്മാരിൽ വെച്ച് ഏറ്റവും അധമന്മാരാണെന്നുള്ളതും അവരോട് എങ്ങനെയും ബിഹേവ് ചെയ്യുക എന്നുള്ളതും അവരെ എത്ര വേണമെങ്കിലും അവമാനിക്കുക എന്നുള്ളതാണ്. ഏതിനേക്കാൾ ഏകദൈവ വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളോട് ചെയ്യുന്നതിനേക്കാൾ, അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്ന് ലോകത്ത് അത്രത്തോളം ക്രൂരത വേറെവിടെയും കാണാൻ കഴിയില്ല. ആ ക്രൂരതയേക്കാൾ കൂടുതൽ ക്രൂരത നിങ്ങളോട് ചെയ്യാൻ നിങ്ങൾ അർഹരാണെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അവരുടെ വിശ്വാസം അങ്ങനെയാണ്. നിങ്ങൾ ഈ ഇന്ത്യയിൽ ഇത്ര ദൂരമായതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ഫിസിക്കൽ വേറെ ത്രെറ്റുകളൊന്നും നോക്കുമ്പോൾ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്, വേറെ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു അസൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വല്ലാതെ അങ്ങ് കയറാത്തതാണ് അല്ലെങ്കിൽ ചെയ്യാത്തതാണ്. നിങ്ങൾ ആ ടെറിറ്ററിയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ അത്ര പോലും വിഗ്രഹാരാധന നടത്താത്ത ക്രൈസ്തവർ അനുഭവിക്കുന്ന വിഷയം പറഞ്ഞു. ആ ക്രൈസ്തവർക്ക് പോലും ഇത്രത്തോളം പീഡനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര സംഭവമായിട്ട് പറയുന്ന മുസ്ലിങ്ങളെ കൊല്ലുന്നു, മുസ്ലിങ്ങളെ പ്രയാസപ്പെടുത്തുന്നു, മുസ്ലിങ്ങളെ നാടിനെ അല്ലാതെയാക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏതോ ഒരു പവിത്രമായിട്ടുള്ള പള്ളിക്ക് എന്തോ പ്രയാസം ഉണ്ടാകുന്നു എന്നൊരു കാരണം കൊണ്ട് മാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ വെറും മുസ്ലിങ്ങളെക്കാൾ താഴെയുള്ള ഏറ്റവും കൂടുതൽ അവർ പുച്ഛിക്കുന്ന, അത്രയും വില തരാത്ത, അത്രയും മോശമായിട്ട് അവർ ഗണിക്കുന്ന അത്രയും അധമരായിട്ടുള്ള മനുഷ്യരാണ് അവരുടെ, നിങ്ങൾ പ്രൈസ് ചെയ്യുന്ന ആളുകളുടെ, നിങ്ങൾ പൊക്കി നടക്കുന്ന ആളുകളുടെ മനസ്സിൽ നിങ്ങളെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കാര്യം ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഇത് വംശീയ മനസ്സാണ്, ഇതിന് ഒരടിസ്ഥാനമില്ല. ഈ ജൂതന്മാർ ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഒരു വാല്യൂ ഇല്ലാത്തൊരു കാര്യമാണ്. അവർ തെറി വിളിച്ചാലും അവർ ആളുകളെ കൊന്നാലും അവർ വംശഹത്യ നടത്തിയാലും അവരുടെ നിലവാരം കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഇവരൊക്കെ പ്രൈസ് ചെയ്ത് ഇവരൊക്കെ വലിയ സംഭവമാക്കി കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അതിനെ കിട്ടുമ്പം അത് തമാശയാകുന്നു എന്ന് മാത്രം. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യനും ജന്മം കൊണ്ട് ഉന്നതരോ അർദ്ധമരോ ആകില്ല. എല്ലാവരും മനുഷ്യർ എന്ന നിലക്ക് തുല്യരായിട്ടാണ് ജനിക്കുന്നത്. അത് വെളുത്തവനാകട്ടെ, കറുത്തവനാകട്ടെ, അറബിയാകട്ടെ, പിന്നെ യൂറോപ്യനാകട്ടെ, ഇന്ത്യക്കാരനാകട്ടെ, ആരാണെങ്കിലും അവൻ്റെ നിറമോ അവൻ്റെ ചുണ്ടോ അല്ലെങ്കിൽ അവൻ കഴിക്കുന്ന ഭക്ഷണമോ ഒന്നും നോക്കിയിട്ട് ആരെയും എന്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആ രൂപത്തിൽ പരിഹസിക്കാനൊന്നും ആർക്കും അധികാരമില്ല. ആരും ഇന്ത്യക്കാരനായതുകൊണ്ട് അവൻ അധമൻ, പിന്നെ ഇസ്രായേലിൽ ജനിച്ചതുകൊണ്ട് അവൻ ഉന്നതൻ, അങ്ങനെയില്ല. അറേബ്യയിൽ ജനിച്ചതുകൊണ്ട് ഉന്നതൻ ഒന്നുമില്ല. എല്ലാവരും ഒരേപോലെയാണ്. നമ്മുടെ വാല്യൂ വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഓക്കെ, നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്താൽ നമ്മൾ ഉന്നതരാകും, നമ്മൾ മോശം പ്രവർത്തി ചെയ്താൽ നമ്മൾ അധമരാകും. അതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് അതാണ്.
അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയില്ല. ഇത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ വാചകമാണ്. അപ്പോൾ മുഹമ്മദ് നബി വഹി മുഖേന ദിവ്യബോധന മുഖേന പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ഒരേപോലെയുള്ള മനുഷ്യന്മാരാണ്, ഒരേ തരത്തിൽ ഒരേ മാതാപിതാക്കളിലേക്ക് ജോയിൻ്റ് ആവുന്ന ആളുകളാണ്. അത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നവരാണ്. അപ്പോൾ നിങ്ങളെല്ലാം പിന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് പരസ്പരം അങ്ങനെ വ്യത്യസ്തത കാണിക്കുന്നത്, അല്ലെങ്കിൽ വിവേചനം കാണിക്കേണ്ട ആവശ്യം എന്താണ്? കാരണം നിങ്ങൾ പിന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരേ ഉപ്പയുടെ ഉമ്മയുടെ മക്കളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഏതൊക്കെ സ്ഥലത്ത് ജീവിക്കുന്ന, ഏതൊക്കെ റേസിൽ ജീവിക്കുന്ന, ഏതൊക്കെ തരത്തിൽ ജീവിക്കുന്ന, റീജിയണിൽ ജീവിക്കുന്ന ആരാണെങ്കിലും ആ തരത്തിൽ ജോയിൻ്റ് ആകുന്ന സഹോദരന്മാരായി പരസ്പരം കാണാൻ കഴിയുന്ന ആളുകൾ നിങ്ങളുള്ളൂ എന്നതിനർത്ഥം നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഐഡൻറ്റിറ്റി കൊണ്ട് ഒരു തരത്തിലുള്ള അധമത്വോ ആഢ്യത്വോ വരില്ല എന്നുള്ള ഉറപ്പാണ്. എന്നതിനർത്ഥം നിങ്ങൾക്ക് എന്തും ചെയ്യാന്നുള്ളതല്ല. നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ഉദ്ദേശ്യം, നിങ്ങളുടെ ജീവിതം എന്ത് ചെയ്യും, നിങ്ങളെ നിലവാരത്തെ മാറ്റും. അത് ആർക്കും എവിടെ നിന്ന് തീരുമാനിക്കാം. അതിന് കാശ് വേണമെന്നില്ല, റേസ് വേണമെന്നില്ല, റീജിയൻ വേണമെന്നില്ല. എവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രവർത്തനത്തെ മാറ്റാം. ആ പ്രവർത്തനത്തെ നിങ്ങൾ മാറ്റുന്നത് നിങ്ങളെ വാല്യൂവിനെ മാറ്റും. അത് മാത്രമേ നിങ്ങളെ വാല്യൂവിനെ മാറ്റൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രവർത്തനം മോശമായിട്ട് നിർവഹിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യനെയും വ്യക്തമായ കാരണമില്ലാതെ ഗവൺമെൻറ് ഒരു ഡെത്ത് പണിഷ്മെൻറ്റിന് വിധിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെടുകയാണ്, അതല്ലാത്ത അത്തരത്തിൽ ന്യായമായിട്ടുള്ള കാരണങ്ങളല്ലാത്ത വേറൊരു കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യനെയും കൊല്ലാൻ പാടില്ല. അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവൻ എന്തുണ്ട്, ഈ ലോകത്തെ ആ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നതിനെ ഈ ലോകത്തെ മുഴുവൻ ജീവൻ എടുക്കുന്നതിനോളം അത്രത്തോളം അധപ്പതിച്ച, അത്രത്തോളം മോശമായ, അത്രത്തോളം പ്രശ്നവൽക്കരിക്കാവുന്ന ഒരു കർമ്മമായിട്ട് കാണാൻ കഴിയുന്നൊരു കർമ്മമാണ്. ഒരിക്കലും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഡിഫോൾട്ടായിട്ട് നോർമൽ അവസ്ഥയിൽ വേറെ 1000 മനുഷ്യരെക്കാൾ ഭയങ്കര സംഭവം ആഢ്യനാവുകയും, അല്ലെങ്കിൽ ഏതെങ്കിലും 1000 മനുഷ്യർ ഏതെങ്കിലും ഒറ്റ മനുഷ്യൻ്റെ അത്രത്തോളം ചെറുതാവുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ജൂതനാകട്ടെ, ബ്രാഹ്മണനാകട്ടെ, ദളിതനാകട്ടെ, മുസ്ലിം ആകട്ടെ, അല്ലെങ്കിൽ ഇന്ത്യക്കാരനാകട്ടെ, പിന്നെ അമേരിക്കക്കാരനാകട്ടെ, എല്ലാവരും മനുഷ്യരെന്ന നിലക്ക് തുല്യരാണ് എന്ന ചിന്തയാണ് നമ്മൾ നയിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ആഢ്യത്ത ചിന്തയും മേൽക്കോയ്മ ചിന്തയുമുള്ള, അത് ബ്രാഹ്മണിസാകട്ടെ, ഇത്തരത്തിലുള്ള ഈ ജൂത മേൽക്കോയ്മ വാദമാകട്ടെ, ഏതാണെങ്കിലും ഏത് വംശീയതയാണെങ്കിലും അതെല്ലാം അടിസ്ഥാനപരമായി മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യരെല്ലാവരും തുല്യരാണ്. അത് ഏത് മനുഷ്യൻ മരിച്ചാലും അതിന് ഒരേ വാല്യൂ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഇവരിത്തരത്തിൽ പണിയെടുക്കുന്നത്, ഇവരിത്തരത്തിൽ ലോകത്ത് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, വംശഹത്യകൾ നടത്തുന്നത്. അതിനെ ന്യായീകരിച്ച ആൾക്കാർ അതേ മരുന്ന് തന്നെ രുചിക്കുമ്പോൾ അതിനൊരു രസമുണ്ട് എന്ന് മാത്രമാണ് നമുക്കത് പറയാനുള്ളത്. പിന്നെ ആ പരിഹാസവും ആക്ഷേപമൊക്കെ കേട്ടിട്ടും ഒരു ഉളുപ്പില്ലായ്മ എന്ന് പറഞ്ഞ സംഭവം അത് വല്ലാതെ പ്രകടിപ്പിക്കുമ്പോൾ അത് ആളുകൾ വിലയിരുത്തുന്നുള്ളത് മാത്രമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോയമകളൊക്കെ അടിമകളാക്കും, അങ്ങനെ കുറേ ഗോയമകൾ അടിമകളായി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ഈ ആരിഫ് ഹുസൈനെ കുറിച്ച് പല ആൾക്കാരും പറയലുണ്ട്. അവരെ വീഡിയോസിനെ കുറിച്ചൊക്കെ നമ്മളോട് എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ പറഞ്ഞു വെച്ചാൽ അത് കാണുമ്പോൾ തന്നെ എന്തൊരു ഉളുപ്പില്ലായ്മയാണ്. കാരണം ഇത്രയൊക്കെ കിട്ടിയാലും പിന്നെയും അത് ആ ഒരു സംഭവം അല്ലേ, പിന്നെ അല്പനാർത്ഥം കിട്ടിയാൽ എന്ന് പറഞ്ഞ അങ്ങനെ എന്ത് കിട്ടിയാലും അത് ഒരു ഉളുപ്പില്ലാതെ അതിനെ വീണ്ടും വീണ്ടും ആ രൂപത്തിൽ കൊണ്ടുനടക്കാനുള്ള കഴിവ് എന്തായാലും ഡീസെൻസിറ്റൈസ്ഡ് ആയിട്ടുണ്ടാവുന്ന തോന്നുന്നത്. മൂപ്പര് വിചാരിക്കുന്നത് വെച്ചാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ അതിൻ്റെ തൊട്ട് കുറയും. ഇപ്പോൾ ഹൈത്തമിയായിട്ട് ഡിബേറ്റ് ചെയ്തപ്പോൾ അല്ലാതെ തേഞ്ഞോട്ടി. അപ്പോൾ ഇടക്കിടക്ക് എന്ത് പറയും, ഞാൻ ഹൈത്തമിയായിട്ട് ഞാൻ തോറ്റതാണല്ലോ എന്ന് പറയും. അപ്പോൾ വിചാരിക്കുന്നത് ആൾക്കാർ വിചാരിക്കും ട്രോൾ ചെയ്യപ്പെട്ടു എന്നുള്ളത്. അതേപോലെ തന്നെ അന്ന് അക്ബർ ഖാന്റെ സംവാദത്തിന് അങ്ങ് ഇല്ലാണ്ട് ആഴക്കടലിൽ മുങ്ങിയ വിഷയം പറഞ്ഞപ്പോൾ അക്ബർക്ക് പറഞ്ഞ് മുങ്ങി ബോധം പോയ എല്ലാവർക്കും ഇരുട്ട കാണാന്ന് പറഞ്ഞു. അതിൽ സങ്കടമൊക്കെ വന്നിട്ട് ബോസിന്. പക്ഷെ പിന്നെ അത് ഇടക്കിടക്ക് പറയും ആഴക്കടൽ എന്ന് പറയുമ്പോൾ എന്തോ ഈ വാല്യൂ ഇല്ലാതായിട്ട് മാറുന്നല്ലോ. അല്ല, എല്ലാവരും അറിഞ്ഞിരിക്കണത്, എല്ലാവരും മനസ്സിലും ആ വാല്യൂ അങ്ങ് ഇല്ലാണ്ടായിക്കണേ. അപ്പോൾ അതേതായാലും ഈ പിന്നെ ഇങ്ങനെ ആട്ടുംതുപ്പം ഇനിയിപ്പോ ഇതും പറയണ്ടോ, ഇസ്രായേൽ പോയി തെറിവായ ആളാണ്, ഇസ്രായേൽ പോയി തെറി കിട്ടിയ മനുഷ്യനാണെന്ന് ഇടക്കിടക്ക് പറഞ്ഞാൽ ഉമ്മയെ തെറി പറഞ്ഞവനാണ് ഞാൻ അല്ലേ. ലോകത്ത് ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷനാണിത്. ഉമ്മ മരിച്ച് കിടക്കുമ്പോൾ ആ ചൂടാറുന്നതിന് മുമ്പ് വൃത്തികേട് പറഞ്ഞവൻ എന്നുള്ള അതും പറയാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മോശം പ്രയോഗങ്ങളിലൂടെ റെപ്രസെന്റ് ചെയ്യാം. അതും എന്താണ്, ഞാൻ ഇടക്കിടക്ക് ഉമ്മനെ തെറി പറഞ്ഞവൻ അല്ലെങ്കിൽ ഉമ്മ മരിച്ചപ്പോൾ അങ്ങനെ പോസ്റ്റ് ഇട്ടവൻ എന്ന് ഇടക്കിടക്കെ പറയാം. അത് പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആരാണ് ഈ അഡ്വൈസർ എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഏതായാലും അത് ആളുകൾ വിലയിരുത്തട്ടെ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഏതായാലും അത് കിട്ടിയത് നന്നായി എന്നുള്ളത് രസമാണ്, നമ്മളത് ആസ്വദിക്കുന്നുണ്ട്. കുറേ നേരം ചിരിച്ചു അത്. പക്ഷേ അതിൻ്റെ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഇതാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അത്തരത്തിലുള്ള വംശീയതയും വംശീയ ചിന്തകളെയും നമ്മൾ ഒഴിവാക്കുക. എല്ലാവരും മനുഷ്യരും തുല്യരാണ്.
വാല്യൂവിൽ തുല്യരാണ് എന്ന ഒരു ബോധ്യം, ജന്മം കൊണ്ട് ഒരാളും ഉന്നതനോ അധമനാകുന്നില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.